ഇതുകൂടാതെ ചില തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഒന്ന്, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആശമാർക്ക് ജോലി എടുക്കേണ്ടതായിട്ട് വരുന്നത് എന്നുള്ളതായിരുന്നു ഒന്ന്. അപ്പോൾ ഇന്നത്തെ മീറ്റിങ്ങിലും ഈ വിഷയം ഞാൻ ഉന്നയിച്ചു. അങ്ങനെയുണ്ടോ? ദേശീയ ഗൈഡ് ലൈന് കൂടുതലായി ഏതെങ്കിലും ജോലി സ്റ്റേറ്റിൽ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഒരു പോപ്പുലേഷൻ സർവേ എന്നുള്ളത് കേന്ദ്രത്തിൻ്റെ ഗൈഡ് ലൈനിലുള്ളതാണ്, പോപ്പുലേഷൻ സർവേ. പക്ഷേ ആ പോപ്പുലേഷൻ സർവേ പേപ്പറിൽ ചെയ്യണം എന്നുള്ളതാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. ഓരോ വീടാനന്തരം പോയി പേപ്പറിൽ എല്ലാ ഡീറ്റെയിൽസും എഴുതിയെടുത്ത് കൊണ്ടുവന്ന് അതിനെ ലഘൂകരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്, ഡിജിറ്റൈസ് ചെയ്ത്. ആ കൃത്യം കോളത്തിൽ എന്താണ് എൻട്രി ചെയ്യുന്നത് അത് മാത്രം ചെയ്താലും മതിയാവും. ഡിജിറ്റൈസ് ചെയ്തു, അത് പേപ്പറിൽ സൂക്ഷിക്കേണ്ട. എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റ സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്ററിലേക്കാണ് പോകുന്നത്. അപ്പോൾ കേരളത്തിൽ ദേശീയ ഗൈഡ് ലൈനേക്കാൾ കൂടുതലായിട്ട് ഒരു ജോലി അല്ലെങ്കിൽ ഒരു പ്രവർത്തനം ആശമാർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. ഇന്നത്തെ ചർച്ചയിൽ അങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് അവർക്ക് ഉന്നയിക്കാൻ കഴിഞ്ഞില്ല. ഇനി ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, പരിശോധിച്ചോളൂ. അങ്ങനെ ദേശീയ ഗൈഡ് ലൈനിന് കൂടുതലായിട്ട് എന്തെങ്കിലും ജോലി കേരളത്തിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇല്ല എന്നുള്ളതാണ് സ്റ്റേറ്റ് മിഷൻ അറിയിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ആശമാർക്ക് മറ്റ് തൊഴിലുകൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ കോവിഡ് കാലത്ത് അങ്ങനെ ഒരു നിബന്ധന വെച്ചിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം, അന്ന് ഒന്നാം വേവിൻ്റെ സമയത്ത് നമുക്ക് ടോട്ടൽ ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നു. 2021 ഏപ്രിലാണ് രണ്ടാം വേവ് തുടങ്ങുന്നത്. 2021 നവംബർ മാസം 17-ാം തീയതി 17-11-2021 സ്റ്റേറ്റ് മിഷൻ പുറത്തിറക്കിയ ഒരു സർക്കുലർ, ഒരു പ്രൊസീഡിങ്സിൽ അതിൻ്റെ അവസാന ഭാഗത്ത് വളരെ കൃത്യമായി ഇക്കാര്യം പറയുന്നുണ്ട്. ഞാനതൊന്ന് വായിക്കാം. അതിൻ്റെ അവസാന ഭാഗം 17-11-2021 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സൂചന 5 പ്രകാരം കോവിഡ് വ്യാപനത്തെ തുടർന്ന് ആശാപ്രവർത്തകരെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും വിട്ട് നിൽക്കേണ്ടതാണ് എന്ന് നിർദ്ദേശിച്ചിരുന്നു. സൂചന 6 പ്രകാരം ആശാപ്രവർത്തകർക്ക് പ്രസ്തുത പദ്ധതിയിൽ തുടരാവുന്നതാണ്. അതായത് മുഴുവൻ സമയം മറ്റു ജോലികളിൽ പാടില്ല എന്നുള്ളതേ ഉള്ളൂ, ഭാഗികമായിട്ട്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രചരണമായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഇല്ല, അങ്ങനെ എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ സ്റ്റേറ്റിന് പറയാനുള്ളത് ആദ്യമേ തന്നെ അഭ്യർത്ഥന മുന്നോട്ട് വെച്ചു. അതിനുശേഷം അവർക്ക് പറയാനുള്ളത് കേട്ടു. അവരുടെ സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ സദാനന്ദൻ അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ പറഞ്ഞതിൽ 2 ആവശ്യങ്ങൾ, അവർ 21,000 രൂപയായിട്ട് ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നുള്ളതും, 2 അവർ എക്സിറ്റ് ആകുമ്പോൾ 5 ലക്ഷം രൂപ അവർക്ക് അതിൻ്റെ ബെനിഫിറ്റായിട്ട് വേണം എന്നുള്ളതുമാണ് പറഞ്ഞത്. അപ്പോൾ അത് അവർക്ക് പറയാനുള്ളത് പൂർണ്ണമായും കേട്ടതിന് ശേഷം ഞാൻ ACS സംസാരിച്ചു, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു, സ്റ്റേറ്റ് മിഷനിൽ നിന്ന് സംസാരിച്ചു, SMD സംസാരിച്ചു, SPM ഇടയ്ക്ക് സംസാരിച്ചു. അതിനുശേഷം ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഇതിൽ ഇത്രയും ഏറ്റവും നല്ലൊരു നിലപാടെടുക്കുന്ന ഒരു സ്റ്റേറ്റ് കേരളമാണ്. നമ്മളപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രഷൻ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. 2016 അതിനു മുൻപുള്ള സർക്കാർ പ്രഖ്യാപിച്ച 1000 രൂപ ഉൾപ്പെടെ കൊടുത്തു തുടങ്ങുകയും പിന്നീട് 7000 രൂപയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. സ്ട്രക്ചേർഡായിട്ട് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു. കാസ്പിൽ വരെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അതിലൊരു അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടാണ് സർക്കാരിനുള്ളത്. ഇനി കൂട്ടരുതെന്നുള്ള നിലപാടല്ല, നമുക്ക് ഇനി വർദ്ധിപ്പിക്കണമെന്നുള്ളത് തന്നെയാണ്. ഓണറേറിയം സ്റ്റേറ്റ് നൽകുന്നതാണല്ലോ. അതോടൊപ്പം പക്ഷേ ഇപ്പോൾ അത് 3 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കണമെന്ന് പറയുമ്പോൾ നമുക്കൊരു ജനാധിപത്യപരമായിട്ടുള്ള നിലയിൽ അതിനെ സമീപിക്കണം, സമരം അവസാനിപ്പിക്കുകയും അതിലൊരു അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാട് സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇതിലെന്താണ് സ്റ്റേറ്റിന് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് അത് തീർച്ചയായിട്ടും കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്തു പോവുകയും ചെയ്യും എന്നുള്ളത് അവരെ അറിയിക്കുകയുണ്ടായി. അതിൽ ഈ പിരിഞ്ഞു പോകുന്നത് സംബന്ധിച്ച കാര്യവും അവർ പറഞ്ഞു. മറ്റ് 1-2 സംസ്ഥാനങ്ങളുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ആ സംസ്ഥാനങ്ങളിലൊക്കെ ഉത്തരവുണ്ടെങ്കിലും അവരുടെ ഇപ്പോൾ ഒരു സ്റ്റേറ്റ് 40 അവരുടെ അത് SPM അത് വിശദമായിട്ട് പറയും, ഞാനത് പറയുന്നില്ല.
അപ്പോൾ അവർ പിന്നീട് ഒരു വർഷം പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കൊടുക്കുന്നതാണ്. കാരണം അവരുടെ അന്നത്തെ മാക്സിമം ഏജും പിന്നെ അവരുടെ എക്സിറ്റ് ഏജും കൂടെ കണക്കിലാക്കുമ്പോൾ ഏതാണ്ട് ഇനിയും കുറേ വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് അവർ എക്സിറ്റ് ആവുന്ന സാഹചര്യം ഉണ്ടാവുക. അപ്പോൾ നമുക്കങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു. അപ്പോൾ ചർച്ചയിൽ അവരോട് വളരെ കൃത്യമായി പറഞ്ഞ കാര്യം, ഒന്ന്, ആശമാരുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു പോകുന്ന സർക്കാരാണ്, ഇനിയും അങ്ങനെ തന്നെ സ്വീകരിക്കുകയും ചെയ്യും. അതിൽ യാതൊരു തർക്കവുമില്ല.